അത് വീട്ടുമുറ്റത്ത് വെച്ചാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും അല്ല, എവിടുന്ന് മരിച്ചാലും അത് ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ. അതിന് സ്ഥലമല്ലല്ലോ പ്രശ്നം. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ പ്രധാനം. ആ ജീവൻ നഷ്ടപ്പെട്ടത് ഗുരുതരമായ പ്രശ്നമാണ്, ഗൗരവത്തിൽ കാണേണ്ട പ്രശ്നമാണ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെന്റും വനംവകുപ്പും ഈ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിന്റെ കൂടി സഹായം ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊക്കെ സാങ്കേതിക വിഷയങ്ങളല്ലേ. സാങ്കേതിക വിഷയങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, വീഴ്ച ഇപ്പം നമ്മൾ ആരുടെയെങ്കിലും ഭാഗത്തുള്ള വീഴ്ചയല്ല അന്വേഷിക്കുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ഇനി ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് എന്നാണ് ആലോചിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. വീട്ടുമുറ്റത്ത് വെച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എവിടുന്ന് ആക്രമിച്ചാലും വീട്ടിനകത്ത് കയറിയാലും വീട്ടിന് പുറത്തായാലും ഒരു ജീവന്റെ വില വളരെ വലുതല്ലേ. അപ്പോൾ സ്ഥലമല്ല പ്രശ്നം, ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് പ്രശ്നം. അതിനെ അതിന്റെ ഗൗരവത്തിൽ കാണുക എന്നതാണ് പ്രധാനം. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, നമുക്കുണ്ടല്ലോ. കാരണം ആശങ്ക അടിസ്ഥാനരഹിതമായ യുക്തിരഹിതമായ ആശങ്കയല്ലല്ലോ, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളല്ലേ. അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും കുറെ പ്രയാസങ്ങൾ അവർക്ക് അനുഭവപ്പെടും. ആ പ്രയാസങ്ങൾ പ്രതിഷേധമായൊക്കെ പുറത്തു വരും. അതിനൊന്നും നമ്മൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമായി കണ്ടുകൊണ്ട് പരിഹാരമാർഗ്ഗങ്ങൾ തേടിയുള്ള അന്വേഷണവും നടപടിക്രമങ്ങളുമാണ് നമുക്ക് ഉചിതമായിട്ടുള്ളത്. അതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് ആവുന്നില്ലുള്ളൂ. നമ്മളിപ്പോൾ ഒന്നാമത് ഈ ആനയെ ഏറ്റവും ലാസ്റ്റിലെ നടപടിയാണ് മയക്കുവെടി വെച്ച് പിടിച്ചു കൂടുക എന്നുള്ളത്. നമ്മൾ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ആദ്യ നിരീക്ഷണത്തിൽ തന്നെ നമ്മൾ ഉടനെ ഇപ്പം തന്നെ പിടിച്ച് കൂട്ടിലാക്കി പിന്നെ ആനപരിപാലന കേന്ദ്രത്തിലേക്കോ കാട്ടിലേക്കോ അയക്കുമെന്ന് ഇപ്പം തന്നെ പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ നീക്കങ്ങൾ, അതിൻ്റെ നിലവിലുള്ള സാഹചര്യമെല്ലാം നിരീക്ഷിക്കേണ്ടതില്ലേ. ഏതായാലും കൂടുതൽ ആളപായവും കൃഷിനാശവും ഇല്ലാതെയുള്ള പ്രതിരോധമാണ് ഇപ്പോൾ അടിയന്തരമായി വേണ്ടത്. അതിന് തുടർന്നായിരിക്കും മറ്റു നടപടികളിലേക്ക് ആലോചിക്കേണ്ടി വരിക. അതൊക്കെ ഒരു സാധാരണ നടപടികളുണ്ട്. പക്ഷേ സാധാരണ നടപടികൾ കൊണ്ട് മാത്രം വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് സർക്കാർ നിരീക്ഷിച്ചിട്ടുള്ളത്. അല്ലാതെ ബന്ധപ്പെടുന്നേ ഉള്ളൂ. ഞാൻ എല്ലാവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അത് ഒന്നുകിലൊരു കോൺഫറൻസ്, വീഡിയോ കോൺഫറൻസ് നടത്താൻ കഴിയുമോ എന്ന് അത് സാധ്യതകളൊക്കെ ഒന്ന് ആലോചിക്കുന്നത്. കാരണം രാവിലെ തന്നെ നിങ്ങളാണ് വന്നത്. അല്ല, അത് ബന്ധപ്പെടുന്നു. കർണാടക ഫോറസ്റ്റ് വനംവകുപ്പ് അധികൃതരുമായി നമ്മുടെ വനംവകുപ്പ് ബന്ധപ്പെടുന്നുണ്ട്. ഇനിയിപ്പം ജില്ലാ കളക്ടർ തലത്തിലുള്ള ബന്ധപ്പെടൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവരെയൊന്നും എനിക്ക് കോൺടാക്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ബന്ധപ്പെടാൻ വേണ്ടി ഇപ്പം എനിക്ക് ഇതുവരെ കിട്ടിയ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ട് എക്സ്ട്രീമാണ്. ആളുകൾക്ക് ഇത് അവസാനിപ്പിക്കുന്ന ഉടനെ വെടിവെച്ച് പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോയാൽ അവരുടെ ആശങ്ക അവസാനിക്കും. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട ഒരു ചർച്ചയിൽ ഞാൻ കണ്ടല്ലോ, വനം വകുപ്പ് പിരിച്ചുവിടണമെന്ന് വരെയുള്ള ഒരു ആക്രോശിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയില്ല. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോയതായിരിക്കാമെന്നേ ഞാൻ കരുതുന്നുള്ളൂ. അതിനെയൊന്നും ഞാൻ മറ്റൊരർത്ഥത്തിൽ കാണാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ചികിത്സയിലാണ് വലിയ ഗുരുതരാവസ്ഥയെ തരണം ചെയ്തു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതൊരു രക്ഷപ്പെട്ടു എന്ന വാർത്ത കേൾക്കാൻ ഇടയാകട്ടെ എന്ന് ആശിക്കുന്നു. വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് ആന, കടുവ, കരടി, പുലി. എന്താണ് നമ്മൾ വന്യജീവി സംരക്ഷണമായിപ്പോയില്ലേ നമ്മളെ വകുപ്പ്. അപ്പോൾ ഓരോ വകുപ്പിനുമുള്ള പ്രതിസന്ധികൾ അതാ സമയത്ത് ധീരതയോടെ നേരിട്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ അതിനെക്കുറിച്ച് നമ്മൾ സഹതപിച്ചിട്ടൊന്നൊരു കാര്യമൊന്നുമില്ല. കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ എങ്ങനെയാണ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുക എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക.